ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് IBPS RRB മെയിൻസിന് ആസ്പദമാക്കിയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം മെയിൻസ് എക്സാമിന് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിന് സ്പീഡ് ആവശ്യമേ ഇല്ല. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാമെന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിലിംസിൽ നമ്മൾ സ്പീഡ് കാരണം വളരെയധികം പ്രോബ്ലംസ് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മെയിൻസിലാവുമ്പോൾ നമുക്ക് സാവധാനത്തിൽ ആലോചിച്ച് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ ആക്യുറൻസിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നിങ്ങളുടെ ആ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളമാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സെക്ഷനിൽ ഈ വീഡിയോ ഇതിൻ്റെ പാർട്ടുകളായിട്ട് കുറേ എണ്ണം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. മെയിൻസിൽ വരാവുന്ന എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എല്ലാ ടോപ്പിക്സും മിക്സഡ് ആയിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് തരുന്നത്. അതായത് ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് 4 ടോപ്പിക്കിൽ നിന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ A to Z സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. നമ്മൾ 3 ടോപ്പിക്കായിട്ട് A to Z സീരീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ടോപ്പിക്കിൽ വരാവുന്ന സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ മുതൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ A to Z സീരീസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ABC start simultaneously from X to Y. A reaches Y, turns back and meet B at a distance of 11 km from Y. Okay, B reaches Y, turns back and meets C at a distance of 9 km from Y. If the ratio of the speeds of A and C is 3:2, what is the distance between X and Y? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു തവണ കൂടി നമുക്ക് വായിച്ച് അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് എയും ബിയും സിയും 3 ആൾക്കാരുണ്ട്. X to Y, എക്സിൽ നിന്ന് വൈയിലോട്ടാണ് നമ്മുടെ റൺ എന്ന് പറയുന്നത്. അതിൽ ABC 3 ആൾക്കാരാണ് പോകാൻ പോകുന്നത്. സൈമുൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എയും ബിയും സിയും ഒരേ സമയത്ത് എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെന്താ നമുക്ക് തന്നിരിക്കുന്നത്, എ റീച്ചസ് വൈ. സോ എ എന്താണ്, വൈ റീച്ച് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു. ടേൺസ് ബാക്ക് ആൻഡ് മീറ്റ് ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 11 km ഫ്രം വൈ. സോ ഇവിടെ നിന്ന് 11 km ഇവിടെ എത്തി തിരിച്ചു. എന്താണ്, ഇവിടെ നിന്ന് 11 km എന്താണ് എയും ബിയും കൂടി കണ്ടുമുട്ടി. സോ ബി വൈ എത്തിയിട്ടില്ല, ബി എന്താ വരണ വഴിയാണ്. എ എന്താണ് ഇവിടെ എത്തി തിരിച്ചു പോയി. അപ്പൊ എന്താണ്, ബിന് 11 km, വൈയിൽ നിന്ന് 11 km, ഈ ഡിസ്റ്റൻസ് ആണ് എന്ത് 11 km എന്ന് പറയുന്നത്. അടുത്ത ഡാറ്റ എന്താ, ബി റീച്ചസ് വൈ, ബി വൈയിലോട്ട് എത്തിയതിന് ശേഷം ടേൺസ് ബാക്ക് ആൻഡ് മീറ്റ് സി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 9 km. സോ ഇവിടെ നിന്ന് 9 km. സോ 11 km നമ്മൾ ഇങ്ങനെയാണ് എടുത്തത്. സോ ഇവിടെ 9 km ആണ്. ഓക്കെ, ഇതെന്താ 11 km, ഇവിടെ നിന്ന് ഇതോ 9 km. കുറച്ചുകൂടി ഇപ്പുറത്തെടുക്കാം അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 km. അവിടെ വെച്ചിട്ട് ആരും മീറ്റ് ചെയ്യുന്നു, ബി വൈയിലെത്തി തിരിച്ചു പോകുന്ന സമയത്ത് ബിയും സിയും കൂടി മീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഈ പിക്ചർ മാത്രം നിങ്ങൾ വരച്ചാൽ മതി, ആ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം മെയിൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഒക്കെ ലെങ്തി ആയിരിക്കും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വായിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളായിരിക്കും. സോ ലെങ്ത്ത് കണ്ടിട്ട് നിങ്ങൾ ഒരു പ്രോബ്ലം സ്കിപ്പ് ചെയ്ത് അത് ഒരു തവണ വായിച്ച് നോക്കുക. ചിലപ്പോൾ നല്ല സിമ്പിളായിരിക്കും. ഇങ്ങനെ എഴുതിയും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. If the ratio of the speed of A and C, അപ്പോൾ എൻ്റെയും സിൻ്റെയും റേഷ്യോ, സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് എങ്കിൽ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ കൂട്ടിമുട്ടുക അല്ലെങ്കിൽ രണ്ടുപേരും ഒരു സമയത്ത് ഒത്തുചേർന്നു, രണ്ടുപേരും കണ്ടുമുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് ടൈമാണ്. മനസ്സിലായോ? ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എന്താ, ടൈമാണ്.
അപ്പോൾ ടൈമാണ് ഇവിടെ രണ്ടാളെന്താണ് ഒരേ സമയത്ത് എത്തിയത് കൊണ്ടാണ് അവിടെ കണ്ടുമുട്ടിയത് അല്ലേ. സോ ടൈം ഈക്വൽ ആണ്. എക്ക് ഇത്ര ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈമും ബിക്ക് അതിനേക്കാളും കുറച്ച് ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയവും ഈക്വൽ ആണ്. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അതായത് എക്ക് ഇങ്ങോട്ട് പോയി XY എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ D എന്ന് സങ്കല്പിക്കാം. ഓക്കെ, D എന്ന് സങ്കല്പിക്കുക. സോ D എന്ന ഡിസ്റ്റൻസ് എ കവർ ചെയ്തു. എന്താണ് D എന്ന ഡിസ്റ്റൻസ് പോയി, അതിനുശേഷം എന്താണ് 11 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ആര്? എ. സോ D+11 ആര് കവർ ചെയ്തു? എ എന്ന ആള് കവർ ചെയ്തു. അതേപോലെ തന്നെ ബിയോ, എയും ബിയും ആണ് ഇവിടെ കണ്ടുമുട്ടിയത്. ഓക്കെ, എക്സിൽ നിന്ന് ഇവിടം വരെയുള്ളത്, അതായത് ഡി എന്നതിൽ 11 കിലോമീറ്റർ പോകാൻ കഴിഞ്ഞില്ല. ഇത്രയും ദൂരം എന്താണ് 11 ആണ്. സോ ഇവിടം വരെ ബി എത്തിയുള്ളൂ. അപ്പോഴേക്കും എനെ കണ്ടുമുട്ടി. സോ D മൈനസ് എന്താണ് 11 കിലോമീറ്റർ ആണ് ബി സഞ്ചരിച്ചത്. സോ ഇതിൽ ഈ എ എടുത്ത സമയം എന്താ? ഡിസ്റ്റൻസ് ബൈ എന്റെ സ്പീഡ്. ബി എടുത്ത സമയം എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ബിന്റെ സ്പീഡ്. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. രണ്ട് ടൈമും ഈക്വൽ ആണ്. ഓക്കെ, ഇതിന് എന്ത് കിട്ടും? A by B equal to എന്ത് കിട്ടും? D+11 divided by D-11. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേ മെത്തേഡിൽ ബിയും സിയും ഒന്ന് ചെയ്ത് നോക്കിയാലോ. ബിയും സിയും എന്താ പറയുന്നത്? സോ ബി എന്ത് ചെയ്തു? ബിയും സിയും കൂടി ഇവിടെ വെച്ച് കണ്ടുമുട്ടി. എങ്ങനെ? ബി എവിടെ കണ്ടുമുട്ടിയത്? ഇവിടെ അല്ലേ. സോ XY എന്നുള്ള ഡിസ്റ്റൻസും സഞ്ചരിച്ചു, D എന്നുള്ള ഡിസ്റ്റൻസും സഞ്ചരിച്ചു, +9 കിലോമീറ്ററും സഞ്ചരിച്ചു. ആര്? ബി. ഇതിനോട് ഈക്വൽ ആണ് എന്ത്? സി സഞ്ചരിച്ച സമയം. സോ സി എത്രയാ? ഇവിടെ എത്തിയില്ല, വൈയിലോട്ട് എത്തിയില്ല. എന്താണ്? വൈന് 9 കിലോമീറ്ററിന് മുന്നേ അവരെന്താണ്? ബിയില് കണ്ടുമുട്ടി. സോ ബിയിലല്ല, ബിയുമായി കണ്ടുമുട്ടി. ഓക്കെ, അപ്പോൾ സി സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? D-9. സോ ഇതൊന്ന് B/C എത്ര കിട്ടും? B/C എന്ന് പറയുന്നത് D+9 divided by D-9. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഇനി ഞാൻ A/B ഇൻറ്റു B/C ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം എന്ത് കിട്ടും? D+11 divided by D-11 ഇൻറ്റു D+9 divided by D-9 കിട്ടും. ശരിയല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ബിയും ബിയും ക്യാൻസൽ ആയി പോയി. A/C എന്നായി. ഈക്വൽ ടു 9+11 ഇൻറ്റു 9+9 divided by 9-11 into 9D-9. ഓക്കെ, ഇനി എന്താ? A/B C എന്താണെന്ന് തന്നിട്ടുണ്ട്. A:C എന്ന് പറയുന്നത് 3:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ A:C എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. A/C-നെ 3/2 എന്ന് എഴുതാം. ഇതൊന്ന് സോൾവ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യാം? D² വരും അല്ലേ. D × D D² പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. 9D + 11D 20D പ്ലസ് 11 × 9 99. മനസ്സിലായോ? ഇൻറ്റു 2 ഈക്വൽ ടു ഇൻറ്റു 2 ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. 3 ഇൻറ്റു എത്ര കിട്ടും? D² മൈനസ് 11Dയും മൈനസ് 9Dയും മൈനസ് 20D പ്ലസ് 99. ഇത് കിട്ടുമല്ലോ. ഇനി ഓക്കെ, ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. 2D² പ്ലസ് 40D പ്ലസ് 99 ഇൻറ്റു 2 ഈക്വൽ ടു 3D² മൈനസ് 60D പ്ലസ് 99 ഇൻറ്റു 3. അങ്ങനെയല്ലേ വരാം. ഓക്കെ, ഇതൊന്ന് എന്ത് കിട്ടും? 2D², 3D², ഇവിടെ എന്താ? D² വരും. 40D മൈനസ് 60D ഇവിടെ എന്ത് വരും? 100D വരും. 99 ഇൻറ്റു 2 99 ഇൻറ്റു 3 പ്ലസ് 99 ഇൻറ്റു 1 ദാറ്റ് ഈസ് 99 എന്ന് വരും. സിമ്പിൾ അല്ലേ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുലാണ് വരിക. 100D പ്ലസ് 99 ഈക്വൽ ടു 0. ഇതെന്ത് കിട്ടും? 1ഉം 99ഉം ആൻസർ. സോ 1 ആകാൻ പോസിബിലിറ്റി വളരെ കുറവാണ്. എന്താണ്? എക്സ് വളരെ കുറവാണെന്നല്ല, 1 ആവത്തില്ല. എന്താണെന്ന് വെച്ചാൽ D 1 ആണെങ്കിൽ എന്താ? 11 കിലോമീറ്റർ 9 കിലോമീറ്റർ എന്ന് പറയുന്നതൊക്കെ പോസിബിൾ ആവോ? അല്ല.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തെറ്റെന്ന് വരും. സോ 1 എടുക്കാൻ പാടില്ല. എന്താണ് ആൻസർ? നമ്മുടെ 99 കിലോമീറ്റർ ആണ് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ A to Z സീരീസ് എന്ന് പറഞ്ഞിട്ട് ഈ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വീഡിയോസ് ഉണ്ടാവും അതിൽ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിക് മുതൽ ഹൈ ലെവൽ വരെ മെയിൻസ് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തോളാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A work can be completed by A, B and C when working together in 12 days. If B working alone can complete 25% of the same work in 8 days and ratio of the efficiency of C to that A is 1:4, find in how many days A and B can complete the same work together. Okay. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. A work can be completed by Aയും Bയും Cയും കൂടി ചേർന്നിട്ട് 12 ഡേയ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഒപ്പം തന്നെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപോകാം. അപ്പോൾ A + B + Cൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/12 ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് B വർക്കിംഗ് അലോൺ ക്യാൻ കംപ്ലീറ്റ് 25% ഓഫ് ദ സെയിം വർക്ക് ഇൻ 8 ഡേയ്സ്. സോ B എന്ന് പറയുന്നത് 25% എന്ത് 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. സോ 100% ഇൻറ്റു 4 ചെയ്താൽ മതി. സോ 100% എത്ര ദിവസം കൊണ്ട് തീർക്കും? 32 ഡേയ്സ് കൊണ്ട് ബി കംപ്ലീറ്റ് ചെയ്യും. സോ ബിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാ? 1/32 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ടൈം ആൻഡ് വർക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ്, ടൈം ആൻഡ് വർക്കിൻ്റെ ബേസിക്സ് അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ A to Z സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം, അതൊന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. ഓക്കെ, 1/32 ആണ് ബിൻ്റെ എഫിഷ്യൻസി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? Ratio of efficiency of C to that of A is. So A is to C. Efficiency and ratio ആണ്. അത് ടൈമിൻ്റെ അല്ല, എഫിഷ്യൻസിൻ്റെ റേഷ്യോ എത്രയാ? 1:4 ആണ്. ഓക്കെ, ഫൈൻ ഹൗ മെനി ഡേയ്സ് A ആൻഡ് B ക്യാൻ. സോ എയും ബിയും കൂടി എത്ര ദിവസം എടുത്തിട്ടാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? അത്രയുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഓക്കെ, നമ്മൾ ഈ ഇക്വേഷനിൽ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എൻ്റെ എഫിഷ്യൻസി നമുക്ക് അറിയാം എക്സ് ആണെന്ന്. ഇത് 1x ആയിട്ട് എടുക്കാം കേട്ടോ. എക്സ് ആണെന്ന് നമുക്കറിയാം. പിന്നെയോ ബിൻ്റെയോ? ബിൻ്റെ നമുക്കറിയാം 1/32 ആണെന്ന്. സീൻ്റെ നമുക്ക് അറിയില്ല അല്ലേ? സീൻ്റെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 4x ആണെന്ന്. സോ ഇതെന്ന് പറയുന്നതാണ് എന്ത്? 1/12 എന്ന് പറയുന്നത്. 4xും എക്സും 5x. സോ 5x = 1/12 - 1/32 എന്ന് കിട്ടും. ഇനി എന്താ? 1/12 - 1/32 എത്രയാ? 32 - 12 20 / ഇനി 32 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 - 12 വരും, 20 വരും. 20 / 12 × 32 എന്ന് വരും. 5x എന്ന് പറയുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 20 / 12 × 32 × 5 എന്ന് വരും. ഓക്കെ, 5 4 8 96. എക്സ് എന്ന് പറയുന്നത് എത്രയാ? 1/96 ആണ്. ഓക്കെ, ഇനി എന്താ? എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ട് ചെയ്യും? എഫിഷ്യൻസി കണ്ടാൽ മതി. സോ എക്സ് ഒരു എക്സ് ആണ് എന്ത്? 1/96 എന്ന് പറയുന്നത്. സോ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? 1/96 തന്നെയാണ്. 1/96 പ്ലസ് ബിൻ്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 1/32 എന്ന് പറയുന്നത്. സോ 3 LCM എന്ന് പറയുന്നത് 96 ആണ്. 4/96 ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഡേയ്സ് എത്ര വരും? 96 / 4 എന്ന് വരും. 4/96 എത്രയാ? 24. സോ 24 ഡേയ്സിലാണ് എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്തു തീർക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A sold a pair of t-shirt and jeans at 25% profit. The profit obtained on t-shirt was 20%. Had he reduced the both cost price of the t-shirt and selling price of the t-shirt by ₹200, his profit on the pair would have risen to 30%. Earlier, the cost price of the jeans was ₹80, less than half of the selling price of the t-shirt. What price should he mark on pair of t-shirt and jeans to obtain a profit of 50%? So A എന്താ ചെയ്യുന്നത്? പെയർ ഓഫ് ടീഷർട്ട് ആൻഡ് ജീൻസ് ആണ് വിൽക്കുന്നത്. സോ എന്താണ്? ടീഷർട്ടും ജീൻസും കൂടി ഒരുമിച്ചാണ് വിൽക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് 25% പ്രോഫിറ്റ്. സോ ടിയും ജെയും കൂടി
ടീഷർട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് ടീന്ന് എടുത്തു, ജീൻസിൻ്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ ജെന്ന് എടുക്കുന്നു. അതെന്താണ്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 25% പ്രോഫിറ്റിലാണ്. സോ 125%ലാണല്ലോ അയാൾ വിൽക്കണ്ടേ. ഓക്കെ, ഇനി എന്താ? ദ പ്രോഫിറ്റ് ഒബ്ടൈൻഡ് ഓൺ ടീഷർട്ട് വാസ് 20%. സോ ടീഷർട്ട് മാത്രം വിൽക്കുകയാണെങ്കിൽ ടീഷർട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. സോ ഇതെന്ന് പറയുന്നത് എങ്ങനെയാ? ടീൻ്റെ 120% പ്ലസ് ജെയിൻ്റെ എത്രയോ പെർസെൻറ്റേജ് അത് നമുക്കറിയില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, have he reduced both cost price of the t-shirt and the selling price of the t-shirt by ₹200? So cost price of the t-shirt എന്ന് പറഞ്ഞാൽ എന്താ? ടീൻ്റെ 200 കുറച്ചു, റുപ്പീസ് കുറച്ചു. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ടീഷർട്ട്. സോ ആദ്യം പ്രോഫിറ്റ് ഏൺഡ് ഓൺ ടീഷർട്ട് എത്രയാണ്? 120%. സോ ഇതാണ് ടീഷർട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരിക. അതിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ ടീൻ്റെ 120%ൽ നിന്ന്, സോറി ഇവിടെ ഇതാട്ടോ, കോസ്റ്റ് പ്രൈസ് 200 റുപ്പീസ് കുറച്ചു. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 120%. ടീൻ്റെ 120%. അതിന്ന് 200 രൂപ കുറച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഹിസ് പ്രോഫിറ്റ് ഓൺ ദ പെയർ വുഡ് ഹാവ് റൈസൺ ടു 30%. സോ ഈ പെയറിൽ നമുക്ക് 30% ആണ്. 25% അല്ല, ഇപ്പം ലാഭം എത്രയാ? 30% ആണ്. സോ ടീനെ മാറ്റി എന്താക്കണം? ടി മൈനസ് 200 ആക്കണം അല്ലേ? ടി മൈനസ് 200 പ്ലസ് ജെ, ജീൻസിന്റെ കോസ്റ്റ് പ്രൈസ്, അതിന് 130% കിട്ടും. മനസ്സിലായോ? ഇനി ഇത് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പണി എന്ന് പറയുന്നത്. എന്താ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കാം. Earlier cost price of the jeans was ₹18. ജെയിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 80 റുപ്പീസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോറി, 80 റുപ്പീസ് അല്ല. Earlier cost price of the jeans was 80 rupees less than half of the selling price of the t-shirt. So ടീഷർട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? ടീൻ്റെ 120%. ഇതിൻ്റെ ഹാഫ്, സോ 200 ആവും ഇവിടെ. അതിനേക്കാൾ 80 രൂപ കുറവാണ് ആരുടെ? ജീൻസിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? ഇത് ജീൻസിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. മനസ്സിലായോ? 80 രൂപ കുറവാണ്. ഇനി എന്താ? വാട്ട് പ്രൈസ് ഷുഡ് ഹി മാർക്ക് ഓൺ എ പെയർ ഓഫ് ടീഷർട്ട് ആൻഡ് ജീൻസ് ടു മേക്ക് 50% പ്രോഫിറ്റ്? സോ രണ്ടും കൂടി വിൽക്കുമ്പോൾ 50% പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമ്മൾ ജീൻസിനും ടീഷർട്ടും കൂടി വിൽക്കേണ്ടത്? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്താൽ മതിയാവും. ടി മൈനസ് 200 പ്ലസ് ജെയിന് എങ്ങനെ എഴുതാം? ജെയിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് ഇത്. ജെ നമുക്കറിയില്ല. സോ ജെ അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു 30/10 ഈക്വൽ ടു ടി പ്ലസ് ജെ ഇൻറ്റു 5/4 മൈനസ് 200. മനസ്സിലായി? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതൊന്ന് സോൾവ് ചെയ്യാം. ടീൻ്റെ 30/10 മൈനസ് 200ൻ്റെ 30/10 വരും. ആദ്യം ജെ ഒരുമിച്ചാക്കാം. സോ ജെയിൻ്റെ 30/10 മൈനസ് 200 ഇൻറ്റു 30/10 വിച്ച് ഇസ് ഈക്വൽ ടു ടീൻ്റെ 5/4 പ്ലസ് ജെ ഇൻറ്റു 5/4 മൈനസ് 200. ഇതല്ലേ വരാം. ഇനി ഇവിടെ എന്ത് വരും? ടി ഇൻറ്റു 13/10 ടി ഇൻറ്റു 5/4. 5/4 മൈനസ് 13/10 കൊടുക്കാം അല്ലേ? സോ 5/4 മൈനസ് 13/10 കൊടുക്കുമ്പോൾ എത്ര വരാം? നേരെ തിരിച്ചാണല്ലോ കൊടുക്കേണ്ടത്. 13/10 മൈനസ് 5/4 കൊടുക്കാം. 52 മൈനസ് 50 വരും. 2/40 വരും. 1/20 വരും. സോ 1/20 ടി 1/20 ടി. അതേപോലെ തന്നെ ജെ എന്ത് വരും? പ്ലസ് 1/20 ജെ. മനസ്സിലായോ? ഇതോ അങ്ങോട്ട് പോകുമ്പോഴോ 13/10 മൈനസ് 1 എത്ര വരും? 3/10. സോ 3/10 ഇൻറ്റു 200 വരും. സോ നമ്മൾ എന്ത് ചെയ്യണോ? 60 ആക്കുന്നു അല്ലേ? ഇത് വെട്ടിച്ചെടുത്താക്കുമ്പോൾ 60 കിട്ടും. സോ ഇതാണ് 60. ഇത്രയായിട്ട് നമ്മൾ ചുരുക്കി എഴുതാണ്. കഴിഞ്ഞില്ല പ്രോബ്ലം നമ്മുടെ. സോ ടി പ്ലസ് ജെ എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് കിട്ടും? 1200 രൂപയാണെന്ന് കിട്ടും.
മനസ്സിലായോ? സോ ടിൻ്റെയും ജെയിൻ്റെയും നമ്മുടെ കോസ്റ്റ് പ്രൈസ് കിട്ടി 1200 ആണെന്ന്. സോ ഈ ഡാറ്റ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നേ ഇല്ല. കാരണം എന്താ, പെയറിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടി. നമ്മളെന്താ ചോദിച്ചിരിക്കുന്നത്, പെയർ എത്ര രൂപയ്ക്ക് വിറ്റാൽ 50% ലാഭം കിട്ടും. സോ ഈ പെയറിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1200 ആണ്. ഇതിൻ്റെ 50% വന്നെന്താ 3/2 6,800 റുപ്പീസിന് വിൽക്കുമ്പോഴാണ് എന്താ 50% ലാഭം കിട്ടുന്നത്. മനസ്സിലായോ? സോ പ്രോബ്ലം ലെങ്തി ആണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് 120 liters of pure milk. If X liters of pure milk is replaced with Y liters of water, then the ratio of milk to water becomes 20:1. And if 2X liters of pure milk were replaced by Y liter of water, then ratio of milk to water becomes 16:1. Find the value of X plus Y. സോ ഇതെന്ന് പറയുന്നത് RRB PO മെയിൻസിന് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട വലിയ വാല്യൂസ് ഒന്നുമില്ല, ഫുൾ എക്സും വൈയും വെച്ചിട്ടുള്ള കളിയാണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോന്നായിട്ട് എഴുതി വരുമ്പോൾ നോക്കാം. ഓക്കെ, ഇഫ് എ കണ്ടെയ്നർ കണ്ടെയ്ൻസ് എത്ര 120 liters ഓഫ് പ്യുവർ മിൽക്ക്. 120 liters ഓഫ് മിൽക്ക് ഉണ്ട് ഒരു കണ്ടെയ്നറിൽ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് എക്സ് ലിറ്റർ ഓഫ് പ്യുവർ മിൽക്ക് ഈസ് റീപ്ലേസ്ഡ് വിത്ത് Y ലിറ്റർ ഓഫ് വാട്ടർ. സോ 120 എക്സ് ലിറ്റർ മിൽക്ക് പുറത്തെടുത്തു, പിന്നെന്താ Y ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്തു. Y എന്താ, വാട്ടർ ആണ്. ഓക്കെ, Y ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ? സോ മിൽക്ക് ടു വാട്ടർ എങ്ങനെ എഴുതാം? റേഷ്യോ ഇങ്ങനെ എഴുതാം, ഇത് മിൽക്ക് ഇത് വാട്ടർ. എത്രയായി? 20:1 ആയി. 20/1 എന്ന് എഴുതാലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഇഫ് 2x ലിറ്റർ ഓഫ് പ്യുവർ മിൽക്ക് വർ റീപ്ലേസ്ഡ് ബൈ Y ലിറ്റർ ഓഫ് വാട്ടർ. ഇപ്പോൾ 1xന് പകരം 2x ആണ് റീപ്ലേസ് ചെയ്തതെന്ന് വിചാരിക്കുക. ആൻഡ് റീപ്ലേസ്ഡ് ബൈ Y ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അല്ലേ, സോ വാട്ടർ Y തന്നെയാണ്. അപ്പോൾ റേഷ്യോ എന്താവും? 16:1 ആവുന്ന പറയുന്നത്. എങ്കിൽ x പ്ലസ് Y എന്ന് പറയുന്നത് എത്രയാണ് എന്നാ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി, വലിയതൊന്നുമില്ല. നമ്മൾ y ഈക്വൽ ടു 20y ഈക്വൽ ടു എന്തെന്ന് വരും? 120 മൈനസ് എക്സ് എന്ന് വരും. എന്ത്? 20y അല്ലേ. ഇതെന്നോ 16y ഈക്വൽ ടു എത്ര വരും? 120 മൈനസ് 2x എന്ന് വരും. 120 മൈനസ് 2x എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായല്ലോ. ഈ ഇക്വേഷന് നമ്മൾ വൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതിയതാണ് ഈ രണ്ട് ഇക്വേഷൻ. നമ്മുടെ പ്രോബ്ലം കഴിയാറായിട്ടോ. ഇത്രയേ ഉള്ളൂ. 120 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 20y, 120 മൈനസ് 2x ഇസ് ഈക്വൽ ടു 16y. ഇത് നമ്മൾ 120 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 20y പ്ലസ് എക്സ് എന്ന് എഴുതാം അല്ലേ. സോ 120 ഈക്വൽ ടു 20y പ്ലസ് എക്സ്. അതേപോലെ തന്നെ ഇവിടെ 120 ഈക്വൽ ടു 16y പ്ലസ് 2x എന്ന് എഴുതാം. സോ 16y പ്ലസ് 2x എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്താ വരാം? നമുക്ക് നോക്കാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാം? അത് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ 240 ആവും അല്ലേ. 240 ആവും. ഇവിടെ 2x ആവും. 40y ആവും. 40y മൈനസ് 16y എന്ന് പറയുന്നത് എത്രയാ? 24. 24y ഇവിടെ 2xും 2xും ക്യാൻസൽ ആയി പോകും. 120 y is equal to 120 divided by 24 വരും. എത്ര വരാം? 5 വരും അല്ലേ. y എന്ന് പറയുന്നത് എത്ര? 5 ആണ്. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം പോരെ. എന്താ? 120 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 5 എത്ര? 100 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 20 എന്ന് വരും. സോ എക്സ് പ്ലസ് വൈ എന്താ? 20 പ്ലസ് 5 എത്രയാ? 25. അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ 4 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ അടുത്ത് വരുന്ന വീഡിയോസിലെ മെയിൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.